അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 22-ാമത്തെ അധ്യായം. അതിൽ 37-ാമത്തെ ശ്ലോകം മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ശൃണ്വന്തു തൂര്യനിനദാൻ കില വാദ്യമാനാൻ ശംഖസ്വനാനഭിഭാന്തി മൃദംഗശബ്ദാം ഗീതധ്വനിം ച വിവിധം നിഗമസ്വനം ച മന്യാമഹേ നൃപതിനാത്ര കൃതോ വിവാഹ. അസ്മാൻ പ്രതാര്യവചനൈർവിധിവച്ചകാര വൈവാഹികേന വിധിനാ കരപീഡനം വൈ കർത്തവ്യമദ്യ കിമഹോ പ്രവിചിന്തയന്തു ഭൂപാ പരസ്പരമതിം ച സമർത്ഥയന്തു. ഏവം വദൽസു നൃപതിഷ്വധ കന്യകായ കൃത്വാ വിവാഹവിധിമപ്രതിമപ്രഭാവ ഭൂപാൻ നിമന്ത്രയതുമാശു ജഗാമ രാജ കാശീപതി സ്വസുഹൃദൈ പ്രഥിതപ്രഭാവൈ. ആഗച്ഛാന്തം ച തം ദൃഷ്ട്വാ നൃപാ കാശീപതിം തദാ നോചു കിഞ്ചിദപി ക്രോധാൻ മൗനമാധായ സംസ്ഥിതാ. സ ഗത്വാ പ്രണിപത്യാഹ കൃതാഞ്ജലിരഭാഷത ആഗന്തവ്യം നൃപൈഃ സർവൈർ ഭോജനാർത്ഥം ഗൃഹേ മമ. കന്യയാ സൗവൃതോ ഭൂപ കിം കരോമി ഹിതാഹിതം ഭവദ്ഭിസ്തു ശമകാര്യോ മഹാന്തോ ഹി ദയാലവ. തന്നിശമ്യ വചസ്തസ്യ നൃപാ ക്രോധപരിപ്ലുതാ പ്രത്യൂചുർഭുക്തമസ്മാഭിः
സ്വഗൃഹം നൃപതേ വ്രജ. കുരു കാര്യാണ്യശേഷാണി യഥേഷ്ടം സുകൃതം കൃതം. നൃപാ സർവേ പ്രയാന്ധ്വദ്യ സ്വാനി സ്വാനി ഗൃഹാണി വൈ. സുബാഹുരപി തച്ഛ്രുത്വാ ജഗാമ ശങ്കിതോ ഗൃഹം. കിം കരിഷ്യന്തി സംവിഘ്നാഃ ക്രോധയുക്താ നൃപോത്തമാ. ഗതേ തസ്മിൻ മഹീപാലാശ്ചുക്രുശ്ച സമയം പുനാ. രുദ്ധ്വാ മാർഗം ഗ്രഹീഷ്യാമ കന്യാം ഹത്വാ സുദർശനം. കേചനോചു കിമസ്മാകം ഹന്തതേന നൃപേണ വൈ. ദൃഷ്ട്വാ തു കൗതുകം സർവം ഗമിഷ്യാമോ യഥാഗതം. ഇത്യുക്ത്വാ തേ നൃപാ സർവേ മാർഗമാക്രമ്യ സംസ്ഥിതാ. ചകാരോത്തരകാര്യാണി സുബാഹു സ്വഗൃഹം ഗതാ. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ തൃതീയസ്കന്ധേ ദ്വാവിംശോऽധ്യായः. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 22-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതിൻ്റെ ഭാഷാഗാനം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ ഇപ്പോൾ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പെരുമ്പറയുടെ ശബ്ദം ശംഖശബ്ദം, അതിനേക്കാൾ ഉയർന്നു കേൾക്കുന്ന ശബ്ദം മൃദംഗമല്ലേ. വേദശബ്ദം കേൾക്കുന്നല്ലോ, വിവാഹം നടന്നുവെന്നു ഊഹിക്കുവാനീതു തന്നെ ധാരാളമല്ലേ. നമ്മോടു നുണ പറഞ്ഞു അവൻ വിവാഹം നടത്തി, നാം എന്തു ചെയ്തിട വേണം ആലോചിക്കുക. രാജാക്കന്മാർ ഈ വിധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കവേ വിവാഹം വിധിപ്രകാരം നടന്ന ശേഷം വീരന്മാരാം സുഹൃത്തുക്കളുമായി ചേർന്നു സുബാഹുവോ രാജാക്കന്മാരെ ക്ഷണിക്കാൻ അടുത്തു ചെന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാശീപതി വരുന്നതു കണ്ട നേരം രാജാക്കന്മാർ കലിയോടെ ഒന്നും മിണ്ടാതെ നിന്നു. അവരെ വണങ്ങിയല്ലോ സുബാഹുവും ചൊല്ലിയേവം അന്നം കഴിക്കാനായിട്ടു എല്ലാരും വരൂ. കന്യകയാ കുമാരനെ വരിച്ചു ഹിതമായാലും അഹിതമാണെന്നാകിലും ഞാൻ എന്തു ചെയ്യും? നിങ്ങളെല്ലാം ഞങ്ങളുടെ വീഴ്ചയിൽ ക്ഷമിച്ചിടണം.
മഹാത്മാക്കളെന്നും ദയാലുക്കളാണല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സുബാഹുവിൻ വാക്കു കേട്ടു കോപിഷ്ഠരായവർ ചൊല്ലി, ഞങ്ങളൂണു കഴിച്ചല്ലോ മടങ്ങിടുക. ചെയ്യാനുള്ള കാര്യങ്ങളെ ഇഷ്ടം പോലെ ചെയ്തിടുക. എല്ലാം ഭംഗിയായി നമ്മൾക്കും മടങ്ങിടാം. നിരാശരാം രാജാക്കന്മാർ ഇനി എന്തു ചെയ്യുമെന്നു സംശയിച്ചു സുബാഹുവും മടങ്ങിപ്പോയി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ശരണം. രാജവൃന്ദം തീർച്ചയാക്കി ഇവനെ തടഞ്ഞിടേണം. സുദർശനനെയും കൊന്നു പെണ്ണിനെ നേടാം. ചിലർ ചൊല്ലിയതു കൊണ്ടു നമുക്കെന്തു പ്രയോജനം? കാഴ്ച കണ്ടുവന്ന പോലെ മടങ്ങിപ്പോകാം. രാജാക്കന്മാർ മാർഗത്തിലോ തടസ്സമുണ്ടാക്കി നിന്നു. സുബാഹു ഗൃഹത്തിലെത്തി കാര്യങ്ങൾ ചെയ്തു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസ സാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം. വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. അമ്മയെ അറിയാൻ എന്ന ദേവീ ഭാഗവത അക്ഷര സപര്യ ഇന്ന് 281 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദേവീ ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 22 അധ്യായത്തിലെ അവസാന ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ 37 ശ്ലോകം നമ്മൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് അനുസ്മരിച്ചു. അതാണ് ആ ശ്ലോകം. 37 ശ്ലോകത്തോടുകൂടി നമ്മളിത് ആരംഭിക്കുകയാണ്. ശൃണ്വന്തു തൂര്യനിനദാൻ കില വാദ്യമാനാൻ ശംഖസ്വനാൻ അഭിഭവന്തി മൃദംഗശബ്ദ ഗീതധ്വനിം ച വിവിധം നിഗമസ്വനം ച മന്യാമഹേ നൃപതിനാത്ര കൃതോ വിവാഹ. വിവാഹം നടന്നു എന്ന് പറയുകയാണ് രാജാക്കന്മാർ. അതിന് കാരണം എന്താ? ശൃണ്വന്തു കേൾക്കൂ, പെരുമ്പറയടിക്കുന്ന ശബ്ദം, തൂര്യനിനദാൻ അതേപോലെ തന്നെ ശംഖിൻ്റെ ശബ്ദം, അതിനേക്കാൾ ഉയർന്നു കേൾക്കുന്ന മൃദംഗത്തിൻ്റെ ശബ്ദം, പാട്ടുപാടുന്ന ശബ്ദം,
പലതരത്തിലുള്ള വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന ശബ്ദം അല്ലേ? അപ്പോൾ ഗീതധ്വനിം ച വിവിധം നിഗമസ്വനം ച, ആ വേദഘോഷത്തിൻ്റെ ശബ്ദങ്ങളും കേൾക്കുന്നു. മന്യാമഹേ നൃപതിനാത്ര കൃതോ വിവാഹ. അതുകൊണ്ട് നമുക്ക് ഊഹിച്ചൂടെ എന്നാണ് ചോദിക്കേണ്ടത്. രാജാവ് വിവാഹം നടത്തി കഴിഞ്ഞിരിക്കുന്നു, നമ്മളോട് നുണ പറഞ്ഞു. അസ്മാൻ പ്രതാര്യവചനേർ വിധിവച്ചകാര വൈവാഹികേന വിധിനാ കരപീഡനം വൈ. അപ്പൊ നോക്കൂ, നമ്മളെ നുണ പറഞ്ഞ് മയക്കി വിധിപ്രകാരം അവൻ വിവാഹം നടത്തി. രാജാക്കന്മാരോട് ചോദിക്കുകയാണ്, ഹേ ഭൂപ കർത്തവ്യമധ്യ കിമഹോ പ്രവിചിന്തയന്തു. നമ്മളിപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പരസ്പരമതിം ച സമർത്ഥയന്തു. നമ്മൾ കൂടിച്ചേർന്ന് ആലോചിക്കണം. നമ്മളെ പറ്റിച്ചു, അതുകൊണ്ട് ഏവം വദൽസു നൃപതിശ്വഥ കന്യകായ കൃത്വാ വിവാഹവിധിം അപ്രതിമപ്രഭാവ ഭൂപാൻ നിമന്ത്രയിതുമാശു ജഗാമ രാജ കാശീപതി സ്വസുഹൃദൈ പ്രഥിത പ്രഭാവൈ. രാജാക്കന്മാര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കാശീപതിയായിരിക്കുന്ന സുബാഹു കന്യകയുടെ വിവാഹം വേണ്ടതുപോലെ നടത്തി തൻ്റെ കൂട്ടുകാരോടുകൂടി സുഹൃത്തുക്കളോടുകൂടി, അവരൊക്കെ വലിയ പരാക്രമശാലികളായിരുന്നു എന്നാണ്. അപ്പോൾ സ്വസുഹൃദൈ പ്രഥിത പ്രഭാവൈ, പരാക്രമം കൊണ്ട് പ്രസിദ്ധരായ കൂട്ടുകാരോടുകൂടി ആ രാജാക്കന്മാരെ ക്ഷണിക്കാൻ ഭൂപാൻ നിമന്ത്രയിതുമാശു ജഗാമ, ക്ഷണിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. കാശീപതി വരണ കണ്ടു കഴിഞ്ഞപ്പോഴോ ആഗച്ഛന്തം ചതം ദൃഷ്ട്വാ നൃപാ കാശീപതിം തദാ നോചു കിഞ്ചിദപി ക്രോധാൻ മൗനമാധായ സംസ്ഥിത. കാശീപതി വരണ കണ്ടപ്പോൾ രാജാക്കന്മാർക്ക് ഇങ്ങനെ ദേഷ്യം കലികേറി എന്നാണ്. ക്രോധാൻ മൗനമാധായ സംസ്ഥിത. ഇപ്പം ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഇവിടെ അങ്ങനെയല്ല, അവരൊക്കെ പിടിച്ചു നിന്നു. അവരൊന്നും മിണ്ടാതെ ഇയാൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ കാത്തിരിക്കുന്നു. ഈ സമയത്തോ സഗത്വാ പ്രണിപത്യാഹ, അവിടെ ചെന്നിട്ട് അവരെ മുഴുവൻ നല്ല പോലെ വണങ്ങി കൃതാഞ്ജലിരഭാഷത, കൂപ്പുകൈകളോടുകൂടി അവരോട് പറയുകയാണ്, ആഗന്തവ്യം നൃപൈ സർവേർ ഭോജനാർത്ഥം ഗൃഹേ മമ. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായി, ഭോജനത്തിനായി എൻ്റെ ഗൃഹത്തിലേക്ക്, എൻ്റെ കൊട്ടാരത്തിലേക്ക് വരണേ എന്ന്. കന്യയാ സൗവൃതോ ഭൂപ കിം കരോമി ഹിതാഹിതം ഭവദ്ഭിസ്തു ശമകാര്യോ മഹാന്തോ ഹി ദയാലവ. കന്യക, എൻ്റെ മകള് ആ രാജകുമാരനെ വരിച്ചു കഴിഞ്ഞു. അപ്പം ഹിതമായാലും അഹിതമായാലും കിങ്കരോമി ഹിതാഹിതം, എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഹിതമാണെന്നോ അഹിതമാണെന്നോ ഒന്നും ഞങ്ങൾ പറയണില്ല. കാരണം എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഭവദ്ഭിസ്തു ശമകാര്യോ മഹാന്തോ ഹി ദയാലവ, നിങ്ങൾ അത് ക്ഷമിക്കണം. മഹാത്മാക്കൾ ദയാലുക്കളാണ്, ഉള്ളിൽ കൃപയുള്ള ആളുകളാണ് മഹാത്മാക്കൾ. അതുകൊണ്ട് നിങ്ങൾ അത് ക്ഷമിക്കണം. തന്നിശമ്യ വചസ്തസ്യാ നൃപ ക്രോധപരിപ്ലുത പ്രത്യൂജുർഭുക്തമസ്മാഭി സ്വഗൃഹം നൃപതേ വ്രജ. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ നൃപാഹ, രാജാക്കന്മാര് ക്രോധപരിപ്ലുത, ദേഷ്യം കൊണ്ട് അവർ തിരിച്ചു പറഞ്ഞു. അവരെ പ്രത്യൂജുർഭുക്തമസ്മാഭി, രാജാവേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. സ്വഗൃഹം നൃപതേ വ്രജ, അങ്ങയുടെ ഗൃഹത്തിലേക്ക് പൊക്കോളൂ. കുരുകാരാണ്യശേഷാണി യഥേഷ്ടം സുകൃതം കൃതം, ഇനി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നൃപാ സർവേ പ്രയാന്ത്വദ്യ സ്വാനി സ്വാനി ഗൃഹാണി വൈ. ഇപ്പം ചെയ്തതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. രാജാക്കന്മാരെ എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പൊക്കോളൂ. ഇതിങ്ങനെ കേട്ടപ്പോൾ സുബാഹുരപി തക്ഷുത്വ ജഗാമശങ്കിതോ ഗൃഹം കിം കരിഷ്യന്തി സംവിഘ്ന ക്രോധയുക്ത നൃപോത്തമ. സുബാഹു അത് കേട്ട് കഴിഞ്ഞപ്പോൾ, അത് കേട്ടു നിരാശരായിട്ടുള്ള രാജാക്കന്മാര് ദേഷ്യപ്പെട്ടു, ക്രോധാവിഷ്ടരായി. ഇനി എന്തൊക്കെയാണാവോ നടക്കുക എന്ന് വിചാരിച്ച് സുബാഹു മെല്ലെ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. ഗതേ തസ്മിൻ മഹീപാലാശ്ചക്രുശ്ച സമയം പുന. സുബാഹു പോയി കഴിഞ്ഞപ്പോൾ രാജാക്കന്മാരൊക്കെ ഒരുമിച്ചിരുന്ന് ആലോചിച്ചു. അവരൊരു തീരുമാനമെടുത്തു.
രുദ്ധാമാർഗം ഗ്രഹീഷ്യാമ കന്യാം ഹത്വാ സുദർശനം. അപ്പോ രുദ്ധാമാർഗം അത് സുബാഹുവിനെ, ഗ്രഹീഷ്യാമ കന്യാം പിന്നെ ശശികലയെ, ഹത്വാ സുദർശനം. അപ്പൊ ഇവനെ വഴിക്ക് വെച്ച് തടയണം, ആ കന്യകയെ സ്വന്തമാക്കണം, സുദർശനനെ കൊല്ലണം. കേചനോചു കിമസ്മാകം ഹന്തതേന നൃപേണ വൈ. എന്നാൽ ഇത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളും അങ്ങനെയാണല്ലോ. ഒരു കാര്യത്തിന് തന്നെ രണ്ടഭിപ്രായം ഉണ്ടാവും. ഇവിടെ അത് ഇഷ്ടപ്പെടാതെ കേചനോചു കിമസ്മാകം ഹന്തതേന നൃപേണ വൈ, ആ രാജാവിനെ കൊന്നിട്ട് ആ രാജാവിനെ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? ദൃഷ്ട്വാതു കൗതുകം സർവം ഗമിഷ്യാമോ യഥാഗതം. നമുക്ക് ഏതായാലും ഇവിടെ വരെ വന്നില്ലേ, അപ്പൊ സ്വയംവരത്തിൻ്റെ കൗതുക കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ പതുക്കെ വന്ന പോലെ തിരിച്ചു പോവാം. സർവം ഗമിഷ്യാമോ യഥാഗതം. എങ്ങനെയാണോ നമ്മൾ ഇങ്ങോട്ട് ആഗതരായത് വന്നത്, അതേപോലെ നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാം എന്ന് ചില ആളുകൾ പറയുന്നു. ഇങ്ങനെ അവര് സംസാരിക്കുകയും ചിലര് ഈ സുബാഹുവിനെ കൊല്ലണം, സുദർശനെ കൊല്ലണം, ആ ശശികലയെ സ്വന്തമാക്കണം എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അവിടെ ദാ ഇത്യുക്ത്വാ തേ നൃപാ സർവേ മാർഗമാക്രമ്യ സംസ്ഥിത ചകാരോത്തര കാര്യാണി സുബാഹു സ്വഗൃഹം ഗത. ഇത് പറഞ്ഞ് ആ രാജാക്കന്മാരൊക്കെ മാർഗതടസ്സമുണ്ടാക്കി വഴിയിലിറങ്ങി നിന്നു. എന്താ? സുബാഹുവിനെ തടയാൻ വേണ്ടി. അപ്പോൾ ഗൃഹത്തിലെത്തിയ സുബാഹുവോ തൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ചകാരോത്തര കാര്യാണി സുബാഹു സ്വഗൃഹം ഗത, തനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ശേഷിച്ച കാര്യങ്ങളൊക്കെ സുബാഹു തൻ്റെ ഗൃഹത്തിലെത്തി ചെയ്തു എന്നും പറയുന്ന 48-ാമത്തെ ശ്ലോകം. അതോടുകൂടി തൃതീയ സ്കന്ധം ദേവീഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായവും പൂർത്തിയായി. നാളെ നമുക്ക് 23-ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കാം. എല്ലാവരെയും ആ ജഗദംബിക അനുഗ്രഹിക്കട്ടെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.